എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റാണ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCA BSc കമ്പ്യൂട്ടർ സയൻസ് സിലബസ് പ്രകാരമാണെങ്കിലും ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പേപ്പർ പഠിക്കുന്ന ഏത് കോഴ്സുകാർക്കും ഈ ക്ലാസ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Android is a software package and Linux-based operating system for mobile devices such as tablet computers and smartphones. Android ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഒരു ഗ്രൂപ്പ്. അതുപോലെ ടച്ച് സ്ക്രീൻ ഡിവൈസസ് ആയ സ്മാർട്ട് ഫോൺസിനും ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിനക്സ് ബേസ്ഡ് ആയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ. ടച്ച് സ്ക്രീൻ ഡിവൈസസ് ആയ സ്മാർട്ട് ഫോൺസിനും ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചാണല്ലേ. അതായത് യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ശരിക്കും എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ആൻഡ്രോയിഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ്, യൂസറും മൊബൈലും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആണ് ശരിക്കും എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിനക്സ് കേണലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ശരിക്കും ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ. ലിനക്സ് കേണലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണെന്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ആൻഡ് ലേറ്റർ ദി OHA ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ്. ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ഗൂഗിളും അതുപോലെ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസും ആണ്. ജാവ ലാംഗ്വേജ് ഈസ് മെയിൻലി യൂസ്ഡ് ടു റൈറ്റ് ദി ആൻഡ്രോയിഡ് കോഡ് ഈവൻ ദോ അതർ ലാംഗ്വേജസ് ക്യാൻ ബി യൂസ്ഡ്. മറ്റ് ലാംഗ്വേജുകൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ജാവ കോഡ് ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് ആൻഡ്രോയിഡ് കോഡ് എഴുതുന്നത്. ശരിക്ക് ജാവ കോഡും XML കോഡും ഉപയോഗിച്ചാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. ആൻഡ്രോയിഡ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പാക്കേജാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ സോഴ്സ് കോഡ് കാണാനും യൂസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതിൻ്റെ ഓണേഴ്സ് അനുവദിക്കുന്നുണ്ട്. അതായത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സോഴ്സ് കോഡ് പബ്ലിക്കിന് വിസിബിൾ ആയിരിക്കുകയും എഡിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എനിവൺ ക്യാൻ കസ്റ്റമൈസ് ദി ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം. ഇതൊരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഏതൊരു യൂസറിനും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ദർ ആർ എ ലോട്ട് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ ബി ചൂസൺ ബൈ ദി കൺസ്യൂമർ. യൂസർ അല്ലെങ്കിൽ കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം വഴി യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മെനി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ലൈക്ക് വെദർ ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് സ്ക്രീൻ, ലൈവ്, റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ ഫീഡ്സ് എക്സെട്ര. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെദർ ഡീറ്റെയിൽസ്, അതുപോലെ ഓപ്പണിംഗ് സ്ക്രീൻ. ഓപ്പൺ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യ സ്ക്രീനാണ് ഓപ്പണിംഗ് സ്ക്രീൻ. അതിൽ നമുക്ക് ഒരുപാട് ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺസ് കാണാൻ കഴിയും. ആ ഐക്കൺസ് ടച്ച് ചെയ്ത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യാൻ കഴിയും. അതുപോലെ ലൈവ്, റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ ഫീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാതെ ലേറ്റസ്റ്റ് ഹെഡ്ലൈൻസ് കാണാൻ കഴിയുന്ന ഒരു ഫീച്ചറാണെന്ത് റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ ഫീഡ്സ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് കാറ്റഗറീസ് ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്. ഒരുപാട് ടൈപ്പ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ കുറച്ച് കാറ്റഗറിയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എൻ്റർടൈൻമെൻറ്റ്. അല്ലേ, എൻ്റർടൈൻമെൻറ്റിൽ വരുന്ന കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഉണ്ട്, അല്ലേ, ഗെയിംസ്, അല്ലേ, PUBG, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, മിനിമിൽഷ്യ പോലത്തെ ഗെയിംസ്, ദെൻ ടിക്ടോക്ക്, ഇതൊക്കെയാണത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ടെലഗ്രാം, വാട്സപ്പ്, സിഗ്നൽ തുടങ്ങിയവയൊക്കെ. ദെൻ പ്രൊഡക്ടിവിറ്റി, അതിൽ വരുന്നതാണത് ഗൂഗിൾ ടാസ്ക്, ഗൂഗിൾ ഡ്രൈവ്, പ്രൂഫ് ഹബ്ബ്, ട്രെല്ല തുടങ്ങിയ ആപ്ലിക്കേഷൻസ്. ദെൻ പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷനിൽ വരുന്നതാണത് വാൾപേപ്പേഴ്സ്, ലോഞ്ചേഴ്സ്, വിഡ്ജറ്റ് ആപ്സുകൾ തുടങ്ങിയവയൊക്കെ. ദെൻ മ്യൂസിക് ആൻഡ് ഓഡിയോ, അതിൽ വരുന്നതാണത് യൂട്യൂബ് മ്യൂസിക്, VLC ഫോർ ആൻഡ്രോയിഡ്, MX പ്ലെയർ, ആമസോൺ മ്യൂസിക് തുടങ്ങിയവയൊക്കെ. ദെൻ സോഷ്യൽ മീഡിയ ആൻഡ് വീഡിയോയിൽ വരുന്നതാണത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയൊക്കെ. ദെൻ ട്രാവൽ ആൻഡ് ലോക്കൽ വരുന്നതാണത് പോളാർ സ്റ്റെപ്സ്, ഒല, യൂബർ, ദെൻ വാൻഡർലോഗ്, ട്രിപ്പിൾ ടി. അതൊക്കെയാണ് ട്രാവൽ ആൻഡ് ലോക്കലായി ബന്ധപ്പെട്ട ഫേമസ് ആപ്ലിക്കേഷൻസ്.